നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5ാം ഘട്ട പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിൽ ഇടം പിടിച്ചിരിക്കുന്ന മറ്റൊരു സെലിബ്രിറ്റിയാണ് കങ്കണ റണൌട്ട്. ശക്തമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന സ്ത്രീ എന്ന നിലയിലാണ് കങ്കണ അറിയപ്പെടുന്നത്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ നിന്ന് കങ്കണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചത്. മണാലിക്കടുത്ത് ഭാംബ്ലയാണ് കങ്കണയുടെ ജന്മസ്ഥലം. അതുകൊണ്ട് തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് ജനവിധി തേടുക എന്ന ഭാഗ്യവും കങ്കണയ്ക്കുണ്ടാവുകയാണ്. BJPയിൽ അംഗത്വം നേടിയതുവഴി താൻ ആദരിക്കപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത്. കങ്കണയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇതിനോടകം തന്നെ വലിയ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ഭാരതത്തിന്റെയും ഭാരതീയ ജനതയുടെയും സ്വന്തം പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് എപ്പോഴും എന്റെ നിരുപാധിക പിന്തുണയുണ്ട്. ഇന്ന് BJPയുടെ ദേശീയ നേതൃത്വം എന്നെ എന്റെ ജന്മസ്ഥലമായ ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ അവരുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പാർട്ടിയിൽ ഔദ്യോഗികമായി ചേരുന്നതിൽ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നുന്നു. യോഗ്യയായ ഒരു കാര്യകർത്തയും വിശ്വസ്തയായ ഒരു പൊതുപ്രവർത്തകയുമാകാനാണ് താൻ ആഗ്രഹിക്കുന്നത്. ഇപ്രകാരമാണ് കങ്കണ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എഴുതിയത്. ഇതിനു മുൻപ് പലതവണ രാഷ്ട്രീയ പ്രവേശന സൂചനകൾ പങ്കുവെച്ച് ബോളിവുഡ് താരം കങ്കണ റണൌട്ട് രംഗത്ത് വന്നിരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകുമെന്നാണ് കങ്കണ പറഞ്ഞിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹവും ഹിമാചൽ പ്രദേശിലെ ആളുകൾ അവരെ സേവിക്കാൻ അവസരം നൽകുമെങ്കിൽ അതിൽ നന്ദിയുള്ളവളുമായിരിക്കുമെന്ന് ഇതിനു മുൻപും കങ്കണ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരാളിയില്ലെന്നും അവർ പറയുന്നു. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും എപ്പോഴും എതിർത്ത് സംസാരിച്ചിട്ടുള്ള കങ്കണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒത്ത എതിരാളിയല്ല രാഹുൽ ഗാന്ധി എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി മോദിയും രാഹുൽ ഗാന്ധിയും എതിരാളികളാണെന്നത് തനിക്ക് വിഷമകരമാണെന്നും ശക്തനായ നേതാവ് ഒത്ത എതിരാളിയെ ആഗ്രഹിക്കുമെന്നുമാണ് കങ്കണയുടെ പക്ഷം. മോദി ഇതിഹാസത്തിലെ മഹാപുരുഷനെ പോലെയാണെന്നും രാഹുലിനെ എതിരാളിയെ പോലെ കാണാൻ പോലും മോദിക്ക് കഴിയില്ലെന്നും തനിക്ക് എതിരാളിയില്ലെന്നും മോദിക്ക് അറിയാമെന്നാണ് കങ്കണ പറയുന്നത്. എന്തായാലും സിനിമയിലെയും ജീവിതത്തിലെയും വിവാദ നായികയ്ക്ക് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന കങ്കണ എന്ന സ്ത്രീക്ക് BJP നൽകിയ പിന്തുണയും ആദരവും ചെറുതല്ല.